പകൽ കൊള്ള എന്നത് ഒരു പ്രയോഗമാണെങ്കിലും നട്ടുച്ച നേരത്ത് നഗരമധ്യത്തിൽ ബംഗളൂരുവിൽ നടന്ന കവർച്ച അക്ഷരാർത്ഥത്തിൽ അത്തരത്തിൽ ഉള്ളതായിരുന്നു. ഒരു ക്യാഷ് വാനിൽ നിന്നും 7 കോടിയിലധികം രൂപയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. RBI ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ക്യാഷ് വാൻ തടഞ്ഞ 6 അംഗ സംഘമാണ് ദക്ഷിണ ബംഗളൂരുവിലെ തിരക്കേറിയ ഒരു ഫ്ലൈ ഓവറിൽ നിന്ന് 7.1 കോടി രൂപ കവർന്നത്. CMS ഇൻഫോസിസ്റ്റംസിന്റെ ഉടമസ്ഥതയിലുള്ള വാൻ JP നഗറിലുള്ള HDFC ബാങ്കിൽ നിന്നും HBR ലേഔട്ടിലേക്ക് 3 ബോക്സുകളിലായി പണം കൊണ്ടുപോവുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:30 ജയനഗർ സെക്കൻഡ് ബ്ലോക്കിലെ അശോക സ്തംഭത്തിനു സമീപം കാറിലെത്തിയ സംഘം ക്യാഷ് വാനിനെ തടഞ്ഞു. ഈ സമയം ഡ്രൈവർ വിനോദ് കുമാറിനൊപ്പം വാനിൽ കസ്റ്റോഡിയൻ അഫ്താബും ഗൺമാൻമാരായ രാജണ്ണയും തിമ്മയും ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് 3 പേർ ഇറങ്ങി. ഞങ്ങൾ RBI ഉദ്യോഗസ്ഥരാണ്. RBI മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് നിങ്ങളുടെ സ്ഥാപനത്തിനെതിരായി പരാതി വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തണം. ഇവർ ക്യാഷ് വാനിലെ CMS ജീവനക്കാരോട് പറഞ്ഞു. CMS ജീവനക്കാർ ഇവരെ എളുപ്പത്തിൽ വിശ്വസിച്ചു. ഗൺമാൻമാരായ രാജണ്ണയും തിമ്മയും അവരുടെ ഗണ്ണുകൾ ക്യാഷ് വാനിൽ വെച്ച് മോഷ്ടാക്കളുടെ കാറിൽ കയറി. സംഘത്തിലുള്ള ഒരാൾ ഡ്രൈവർ കുമാറിനോട് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ഡയറി സർക്കിൾ ഫ്ലൈ ഓവറിലേക്ക് പോകാനും RBI ഉദ്യോഗസ്ഥരെ കാത്തിരിക്കാനും ആവശ്യപ്പെട്ടു. CMS ജീവനക്കാരെ കയറ്റിയ കാറിൽ കവർച്ചാ സംഘം ക്യാഷ് വാനിനെ പിന്തുടർന്നു. ന്യൂഹാൻസ് ജംഗ്ഷനിലെത്തുമ്പോൾ കാർ നിർത്തി. തുടർന്ന് ജീവനക്കാരോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും അവിടെ നിന്നും സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്നും അതിനു മുൻപായി പണമുള്ള ബോക്സുകൾ RBIയിൽ എത്തിക്കണമെന്നും പറഞ്ഞു. തുടർന്ന് പണപ്പെട്ടികൾ ക്യാഷ് വാനിൽ നിന്നും കാറിലേക്ക് മാറ്റുകയും കടന്നുകളയുകയുമായിരുന്നു. കവർച്ചാ സംഘം സഞ്ചരിച്ച കാറിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ലോഗോ ഉണ്ടായിരുന്നതായി ഒരു ദൃക്സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട്. കാറിൽ സ്ഥാപിച്ചിരുന്ന നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് പറഞ്ഞു. CMS അധികൃതർ വളരെ വൈകിയാണ് പോലീസിനെ സമീപിച്ചതെന്നും ആരോപണമുയർന്നിട്ടുണ്ട്.